ട്രംപിന്റെ താരിഫ് ഭീഷണി കേട്ട് ഇന്ത്യ പേടിച്ച് വിറച്ചാണ് കരാറിന് സമ്മതിച്ചത് എന്ന് പറഞ്ഞ് നടക്കുന്ന കുറെ ആൾക്കാരുണ്ട് നമ്മുടെ നാട്ടിൽ. അവർക്ക് വേണ്ടിയാണ് ഈ വാർത്ത. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വാക്കുകൾ കൊണ്ട് വെടിവെട്ടിക്കുമ്പോൾ അത് ഏറ്റുപിടിച്ച് സ്വന്തം രാജ്യത്തിനെതിരെ ഉപയോഗിക്കുന്ന ചില പ്രത്യേകതരം മാനസികാവസ്ഥ ഉള്ളവരുണ്ടല്ലോ, അവർക്ക് വേണ്ടിയുള്ള വാർത്തയാണ്. ഇത് കൃത്യമായ കണക്കുകളാണ്, അതായത് ഡാറ്റയാണ് പറയുന്നത്, അല്ലാതെ ചുമ്മാ വിടുവായത്തമല്ല. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ മറ്റെല്ലാ വിദേശ രാജ്യങ്ങളും ഇന്ത്യൻ വിപണിയിൽ നിന്ന് പിൻവാങ്ങിയപ്പോഴും അമേരിക്കക്കാർ മാത്രം ഇന്ത്യയെ വിശ്വസിച്ചു. 2025-26 കാലയളവിൽ ഇന്ത്യയിലെ അമേരിക്കൻ നിക്ഷേപം കുതിച്ചുയർന്ന 32 ലക്ഷം കോടി രൂപയിലെത്തി. അതായത് ട്രംപ് ഇന്ത്യക്കെതിരെ തീരുവ ഭീഷണി മുഴക്കുമ്പോഴും അമേരിക്കൻ പണത്തിന്റെ 41% വന്നെത്തുന്നത് ഇതേ ഇന്ത്യയിലേക്കാണ്. പ്രധാനമായും ഇന്ത്യയിലെ വൻകിട കമ്പനികളാണ് ഈ ഒരു അമേരിക്കൻ നിക്ഷേപകർക്കുള്ള കണ്ണ്. കഴിഞ്ഞ വർഷം സെൻസെക്സ് പിടിച്ചു നിന്നതും വളർന്നതും ഈ അമേരിക്കൻ പണത്തിന്റെ ബലത്തിലാണ്. വ്യാപാര കരാറുകളിൽ ട്രംപ് എന്ത് അനിശ്ചിതത്വം സൃഷ്ടിച്ചാലും ഇന്ത്യൻ വിപണിയുടെ അടിത്തറയിൽ അമേരിക്കൻ നിക്ഷേപകർക്ക് പൂർണ്ണ വിശ്വാസമുണ്ടെന്ന് ഇത് തെളിയിക്കുന്നു. ലോകവിപണിയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഓഹരികളുടെ തരംഗം കുറയുന്നതും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ തിരിച്ചുവരവുമാണ് ഇതിന് കാരണം. ട്രംപിന്റെ നയങ്ങൾ സ്വന്തം നാട്ടിലെ വിപണിയെ തളർത്തുമ്പോൾ ഇന്ത്യ സുരക്ഷിതമായ ഒരു താവളമാണെന്ന് അമേരിക്കൻ നിക്ഷേപകർ തിരിച്ചറിയുന്നു. ചുരുക്കത്തിൽ ട്രംപിന്റെ ഭീഷണികൾക്ക് ഇന്ത്യയുടെ വളർച്ചയെ തടയാനാവില്ല. രാഷ്ട്രീയം എന്തു തന്നെ ആയാലും ലാഭം വേണമെങ്കിൽ ഇന്ത്യയിൽ തന്നെ പണം മുടക്കണമെന്ന് അമേരിക്കൻ നിക്ഷേപകർക്ക് നന്നായി അറിയാം. ന്യൂസ് ഡെസ്ക് മലയാളം.